അനുഗ്രഹത്തിനായി ഒരു വാക്യം വായിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വചനം. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി ദൈവം അവന് മടക്കി കൊടുത്തു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ആ വാക്യം ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോ അത് തനിക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ദൈവം അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. നേരത്തെ ഉള്ളതിനേക്കാൾ അപ്പുറം അധികമായി ഇരട്ടിയായി ദൈവം അവന് കൊടുത്തു. ഇന്നത്തെ സന്ദേശം ഇതാണ്: പ്രാർത്ഥന ചില അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ഉറക്കെ ഒന്നും കൂടെ പറയുന്നു, പ്രാർത്ഥന സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. ഹല്ലേലൂയ. നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും നീ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അത് അവന് മാത്രമല്ല നിന്റെ സ്ഥിതിക്കും ഭേദം ദൈവം വരുത്തിയിരിക്കും. ഹല്ലേലൂയ. ഈ പുതിയൊരാണ്ടിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ദൈവകുഞ്ഞിനോട്, ദൈവസഭയോട് പരിശുദ്ധാത്മാവ് അതിശക്തമായി പറയുന്നു, നീയും പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അവസ്ഥകൾക്ക്, സ്ഥിതികൾക്ക് ദൈവം ഭേദം വരുത്തുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച ദൈവത്തിന് ഒന്ന് മഹത്വം കരേറ്റിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇയ്യോബിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ സങ്കീർത്തനത്തിന് മുമ്പേ ആണ് ഇത് നിൽക്കുന്നതെങ്കിലും യഥാർത്ഥ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അതായത് ഹല്ലേലൂയ, നമ്മുടെ അബ്രാമിന്റെയും പൂർവ്വപിതാക്കന്മാരുടെയും അതേ സമകാലികനായി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഇയ്യോബ്. അപ്പം അതിന്റെ അർത്ഥം പറഞ്ഞാൽ ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന് ശേഷമൊക്കെ നമ്മൾ കാണേണ്ടതാണ്. ഹല്ലേലൂയ. ഇവിടെ അത് വന്നെങ്കിലും അതിന്റെ സമകാലികൻ ആ പ്രായം നോക്കുമ്പോൾ ഹല്ലേലൂയ, ഇയ്യോബ് അബ്രാം പിതാവിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. ഈ ഇയ്യോബിന്റെ പുസ്തകത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇയ്യോബിന്റെ പുസ്തകത്തിലെ 1ഉം 2ഉം അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്ന അസഹനീയമായ പ്രതിസന്ധി, ഈ ഉലകത്തിൽ ഒരു മനുഷ്യൻ എന്തനുഭവിക്കുന്നോ അതിൽ കൂടെ എല്ലാം കടന്നുപോയ ഹല്ലേലൂയ മനുഷ്യനാണ് ഇയ്യോബ്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ സമ്പത്ത്, മൃഗസമ്പത്ത്, നന്മ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. സ്വന്തം രക്തബന്ധം, സ്വന്തം മക്കൾ നഷ്ടപ്പെട്ട വാർത്ത കേൾക്കുന്നു. ഹല്ലേലൂയ. അടുത്തത്, മൂന്നാമത്തത്, ഏത് മനുഷ്യനും പിടിച്ചു നിൽക്കാൻ ഒരു ശരീരമുണ്ട്, പക്ഷെ ശരീരത്തിൽ പോലും ഹല്ലേലൂയ മരണം മാത്രം വന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ ഓട്ടുകഷ്ണം വെച്ച് ശരീരത്തിൽ തൊക്കിൽ കിടന്ന് ചൊറിയുന്ന അനുഭവം വരെ ഉണ്ടാകുന്ന, ജീവിതത്തെ പോലും മടുക്കുന്ന ഒരു ജീവിത അനുഭവത്തിൽ കൂടെ ശരീരത്തിന്റെ ശാരീരിക അവസ്ഥകൾ പോയി. അടുത്തതാണ്, എന്തും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് കരം പിടിച്ച് ജീവിതയാത്ര തുടങ്ങുന്ന സ്വന്തം ഭാര്യ പറഞ്ഞു, മനുഷ്യ, എന്തിനാണ് നീ ദൈവത്തെ ഇനിയും മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പോയി മരിച്ചൂടെ, ചത്തൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യം. ഇങ്ങനെ 1ഉം 2ഉം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അതിന് കാരണം ഇത് ദൈവം അനുവദിച്ചതാ. ദൈവം സാത്താനോട് പറയുന്നുണ്ട്, അവന്റെ ആയുസ്സിനെ മാത്രം തുടരുത്, ബാക്കി എന്ത് വേണം ചെയ്ത. കാരണം എന്താണ്? ഇതൊരു പരീക്ഷണമാണ്. ദൈവം തെളിയിച്ചതാണ്. കാര്യസാധനത്തിന് വേണ്ടിയുള്ള ഒരു വിശ്വാസ ജീവിതമല്ല ഇയ്യോബിന്റെ ജീവിതം. പിശാചിനും മനുഷ്യനും ഇയ്യോബിന്റെ പുസ്തകത്തിൽ കൂടെ തെളിച്ചു കൊടുക്കുക, ഇയ്യോബ് കാര്യസാധിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവഭക്തിയല്ല. അവന്റെ ജീവിതത്തിൽ എല്ലാം ഇല്ലാതിരുന്നപ്പോഴും ദൈവത്തോടുള്ള ഭക്തി അവൻ മുറുകെ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? ദൈവം തെളിയിച്ചു കൊടുക്കുക, ലോക മനുഷ്യനും പിശാചിനും തെളിയിച്ചു കൊടുക്കുക. കാര്യസാധ്യത്തിനല്ല ഇയ്യോബ് ദൈവത്തെ സേവിച്ചത്. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവൻ ദൈവഭക്തി മുറുകെ പിടിച്ചു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് യോബിന്റെ പുസ്തകം 2-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഇവന്റെ ഈ വേദന കേട്ട്, ഇവന്റെ വാർത്ത കേട്ട്, ഇവന്റെ അവസ്ഥ കേട്ട് അവന്റെ 3 സഹോദരന്മാർ, ഹല്ലേലൂയ, അവന്റെ സുഹൃത്തുക്കൾ, ഹല്ലേലൂയ, അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആശ്വാസത്തിന് വന്നതാ. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ലെവലുകൾ മാറി. 3, 4, 5, 6 അധ്യായങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവര് പിറുപിറുക്കാൻ തുടങ്ങി. ചെറുതായിട്ടൊക്കെ ഒന്ന് കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീ എന്തോ ഒരു ദൈവത്തിൽ നിന്ന് കുഴപ്പം പറ്റിയതാ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് ആശ്വാസ വാക്ക് പറയുന്നവൻ അറിഞ്ഞോ അറിയാതെ വാക്കുകളിൽ കൊണ്ട് അവനെ കുത്തി വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവന് വേദന ഉണ്ടാക്കുന്ന, അസഹനീയം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആശ്വസിപ്പിക്കേണ്ട സ്നേഹിതന്മാർ ആ അവസ്ഥയിലേക്ക് പോയി. പക്ഷേ യോബിന്റെ പുസ്തകം 38-ാമത്തെ അധ്യായം കഴിയുമ്പോൾ, ഈ നമ്മൾ വായിച്ച 42-ലേക്ക് വരുമ്പോൾ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരാൻ തുടങ്ങി. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 42, ഹല്ലേലൂയ, അതിന്റെ തുടക്കത്തിൽ ആ യോബ് ഒന്ന് ദൈവസന്നിധിയിൽ അങ്ങ് സമർപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ ഉദ്ദേശങ്ങൾ ഒന്നും, ഹല്ലേലൂയ, അസാധ്യമല്ലെന്നും, ഹല്ലേലൂയ, ഞാൻ ഇതുവരെ നിന്നെ ഒരു വാക്കുകൊണ്ട് മാത്രമേ കേട്ടു, ഇപ്പോൾ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. താഴ്ത്തി സമർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് വരാം. ഇതേ അനുഭവം തന്നെ, അത് കഴിഞ്ഞാണ് ഒരു പ്രാർത്ഥന നടക്കുന്നത്. ഇതേ അനുഭവം തന്നെ നമുക്ക് പുതിയ, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ബൈബിളിൽ യോബിന്റെ ആ സംഭവം പ്രധാനപ്പെട്ടത്. കാരണം ഒരു ഭാഗത്ത് മാത്രമല്ല, പല ഭാഗത്ത് കാണാം. പ്രധാനമായി യാക്കോബിന്, നമ്മൾ ഇന്ന് ഒന്നിച്ചു വായിച്ച യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7 മുതൽ ഒന്ന് വായിച്ച്, യാക്കോബിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും. അതിനകത്ത് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 7 ഫോളോയിങ്. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിനെ കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവർ, ഇവിടെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹല്ലേലൂയ. സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. എന്താണ്? കർത്താവിന്റെ വരവോളം നിങ്ങൾ ദീർഘക്ഷമയോടെ, അതിന് എന്തിനുമായിട്ട് കൂട്ടി ഒരു കൃഷിക്കാരൻ മുൻമരയ്ക്കും പിന്മരയ്ക്കും, ഹല്ലേലൂയ, കാത്തിരിക്കുന്ന പോലെ കർത്താവിന്റെ വരവിനായി വളരെ, ഹല്ലേലൂയ, ദീർഘക്ഷമയോടെ ഹൃദയം സ്ഥിരമാക്കി അപ്രത്യക്ഷത സമീപിച്ചിരിക്കാൻ കാത്തിരിക്കും. ഒരു കൃഷിക്കാരന് പ്രധാനമായത്, അതിനപ്പുറം വേണമെങ്കിലും പ്രധാനപ്പെട്ട ഒരു 2 മരയാണ്. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പുള്ള, ഹല്ലേലൂയ, ആ മുൻമര, ഹല്ലേലൂയ. അതിനുശേഷം കൊയ്ത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പിന്മര വേണം. ഹല്ലേലൂയ. ആ പിന്മരയ്ക്ക് ശേഷമാണ് അത് നല്ല പൂത്ത് കായ്ച്ച് അതിന്റെ വിളവുകളൊക്കെ നന്നായിട്ട് റെഡിയായി വരാൻ ഒരു പിന്മര വേണം. ഏത് കൃഷിക്കാരനും കാത്തിരിക്കും. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പേ ഒരു മര പെയ്യണം. ഹല്ലേലൂയ. ആ മര പെയ്തിട്ട് വേണം അവനും വിത്ത് വിതയ്ക്കാൻ. ഹല്ലേലൂയ. അതിനുശേഷം അവൻ നട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കാത്തിരിക്കും ഒരു നല്ലൊരു മര പെയ്യണം. കാരണം ആ മഴയാണ് ഇതിന്റെ കൊയ്ത്തിനെ, ഇതിന്റെ വിളവിനെ തീരുമാനിക്കുന്നത്, എത്രത്തോളം വലിപ്പമാകുന്നത് എന്ന്. ഒരു കൃഷിക്കാരൻ ക്ഷമയോടെ, മഴ പെയ്തില്ലെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, നട്ട വിത്തിനെ പറുത്തെടുത്ത് കളയത്തില്ല. ഇന്ന് പെയ്തില്ലെങ്കിൽ നാളെ പെയ്യും, അടുത്ത മാസം പെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോലെ, ഹല്ലേലൂയ, ദൈവ കുഞ്ഞിനോടൊരു ദൂത് പറയുന്നു, നീയും കാത്തിരിക്കണം എന്റെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെന്താണെന്നറിയാമോ? ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ കോരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15 ഇങ്ങനെ പറയുന്നു, അല്ലയോ മനുഷ്യരെ, ഹല്ലേലൂയ, ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അതിന്റെ അർത്ഥം എന്തറിയാ? ഈ ഒരായുസേ ഉള്ളൂ എന്ന് പറഞ്ഞ്, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭൂമിയിൽ ഇത് ആയുസേ ഉള്ളൂ, ഇതിനപ്പുറം ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞ് ഒരായുസിന് വേണ്ടി 80, 90, 100, 110, 120, അല്ലെങ്കിൽ പോട്ടെ ഏറ്റവും വലിയ പ്രായം കൂടിയ ഗിന്നസ് റെക്കോർഡിലേക്ക് 150 കയറിയാലും ഈ 150 വർഷത്തിന്റെ അകത്തുള്ള ഒരു ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിച്ചാൽ നീ സകല മനുഷ്യരിലും അരിഷ്ടനത്രേ. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യാശ, നമ്മുടെ അടുത്ത വർഷത്തേക്ക് നമുക്കൊരു കാത്തിരിപ്പുണ്ട്. നന്മ വെളിപ്പെടാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ, പറഞ്ഞ വാഗ്ദത്തം വെളിപ്പെടാൻ നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പുണ്ട്. പക്ഷെ ഞാനൊരു ദൂത് പറയാം, അതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാത്തിരിപ്പ്, ഒരു പ്രത്യാശയുണ്ട്.
അതാണ് തീത്തോസ് 2:12 പറയുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കല്ലോ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്. നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തൊരു വരവുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിപ്പാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു കാത്തിരിപ്പ്. അതുകൊണ്ടാണ് ഈ ആയുസിൽ മാത്രം പ്രത്യാശ വെക്കരുത്. ഫിലിപ്പിയർ 3:20 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമുക്കൊരു പൗരത്വമുണ്ട്, അത് സ്വർഗത്തിലെ പൗരത്വമാ. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നീ അവിടുത്തെ സിറ്റിസൺ ആയിരിക്കുക. നീ കാത്തിരിക്കുകയാണ്, എൻ്റെ കർത്താവ് വരും, തൻ്റെ ജനത്തെ ചേർക്കും. ഹല്ലേലൂയ. ആ കൃഷിക്കാരൻ കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നമുക്കൊരു കാത്തിരിപ്പുണ്ട്. വാഗ്ദത്തത്തിനും ദൈവപ്രവൃത്തിയും വീട്ടിലെ നന്മ വെളിപ്പെടാൻ വേണ്ടി മാത്രമല്ല കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന് അപ്പുറത്തൊരു കാത്തിരിപ്പുണ്ട്, ഒരു ബ്ലെസ്സഡ് ഹോപ്പ്, ഭാഗ്യകരമായ പ്രത്യാശ. അതെന്തിനാണെന്നറിയാമോ? എൻ്റെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ഹല്ലേലൂയ. അത് വരുമ്പോ ഹല്ലേലൂയ രണ്ട് കാര്യം സംഭവിക്കും. 1 തെസ്സലോനിക്കർ 4:ൽ ഹല്ലേലൂയ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിയാതെ പോകരുത്. സാധാരണ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ നമ്മൾ ഹല്ലേലൂയ നിങ്ങൾ ആകെ കൂടി അധികം കേൾക്കുന്നത് ഹല്ലേലൂയ ശവവടക്കിന്റെ കല്ലറയിൽ മണ്ണിടുന്നതിന് മുമ്പേ ദൈവദാസന്മാർ ഈ വാക്ക് പറഞ്ഞിട്ടാണ് മണ്ണിടുന്നത് ആ ബോഡിയിലേക്ക്. ഹല്ലേലൂയ. ആ സമയത്ത് മാത്രമേ ക്രൈസ്തവ സമൂഹം കൂടുതലും ആ വചനം കേൾക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ നമ്മളൊന്ന് പ്രത്യാശയ്ക്ക് കേൾക്കേണ്ടതാണ്. നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ഒരിക്കലും വിഷമിക്കൽ, അറിയാതെ പോകരുത്. കാരണം എന്താ? 1 തെസ്സലോനിക്കർ 4:16-17 ബൈബിൾ പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും പിന്നീട് ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിന്റെ കൂടെ, നിത്യത കർത്താവിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാ. എൻ്റെ കർത്താവ് വരും, മരിച്ചവർ ഉയർക്കും. അതല്ല, ജീവനോടിരിക്കുന്നവരാണെങ്കിൽ അവൻ രൂപാന്തരപ്പെടും, എടുക്കപ്പെടും. ഈ വചനങ്ങളാൽ ആശ്വസിപ്പിക്കാനാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഈ കൃഷിക്കാരൻ കാത്തിരിക്കുന്ന പോലെ നീ കർത്താവിനായി കാത്തിരിക്കുക. ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. ഒരു വേദനയുടെ മധ്യത്തിൽ, ബുദ്ധിമുട്ടിന്റെ മധ്യത്തിൽ വാഗ്ദത്തങ്ങൾക്ക് കാത്തിരിക്കുന്നതോടൊപ്പം തന്നെ കാത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ഒരു വാഗ്ദത്തം എൻ്റെ കർത്താവിന്. അപ്പൊ കൃഷിക്കാരൻ മുൻമരയ്ക്കും പിന്മരയ്ക്കും കാത്തിരിക്കുന്ന പോലെ നീ ഇതിനായി കാത്തിരിക്കുക. എന്നിട്ട് പറഞ്ഞിട്ട് താരോട്ട് വന്നിട്ട് 11 വായിച്ചേ. 11 വായിക്കുന്നു. 11. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിയും ഉള്ളവനല്ലോ. മതി, കണ്ടോ? എന്നിട്ട് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ പറയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ആ വാക്ക് ഇങ്ങനെയാണ്, സഹിഷ്ണുത കാണിച്ചവരെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം നിങ്ങൾ മെസ്സേജിലേക്ക് വരിക. പ്രാർത്ഥന. ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു, യോബിന് വന്നത് നിങ്ങൾ കണ്ടോ, ഇപ്പൊ അവസാനവും നിങ്ങൾ കണ്ടോ. യോബിന് വന്നത് കണ്ടോ, പക്ഷെ അവസാനവും നിങ്ങൾ കണ്ടോ. കാരണം കർത്താവ് കരുണയും മനസ്സലിയുള്ള. അവിടെ നിന്നാണ് നമ്മുടെ മെസ്സേജ് ഇന്ന് ആരംഭിക്കുന്നത്. എന്താണ് ഇതെന്താണ് ഈ വരുത്തിയത്? അതാണ് നമ്മൾ വായിച്ചത്. ഇയ്യോബ് 42:10 പറയുന്നു, ഇയ്യോബ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പകലൊരു ദൂത് പറയാ, പ്രാർത്ഥന എന്ത് സംഭവിക്കുന്നു? നമ്പർ 1, നിന്റെ സാഹചര്യത്തെ മാറ്റം, നിന്റെ അവസ്ഥയെ ദൈവം മാറ്റും. ഹല്ലേലൂയ. പ്രയർ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. എന്ന് ഒന്നാമത് നീ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇയ്യോബിന്റെ ഈ അവസ്ഥ നീ കണ്ടോ, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു. ഒരു പ്രാർത്ഥന ഉയർന്നപ്പോൾ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഇയ്യോബ് 42 ഒന്ന് വരാൻ പോവാ. ഹല്ലേലൂയ. ഇയ്യോബ് 42. ഹല്ലേലൂയ. 42:10 ആദ്യ വാക്ക്, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. ശ്രദ്ധിച്ചോണം. നല്ലത് പറഞ്ഞവന് വേണ്ടി, കൂടെ അപ്പപ്പ് പറഞ്ഞവന് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്. തനിക്കെതിരെ പറഞ്ഞ പ്രവൃത്ത ആ അനുഭവത്തിൽ വേണ്ട പോലെ സപ്പോർട്ട് ചെയ്യാത്തവന് വേണ്ടി
പ്രാർത്ഥിക്കാൻ തുടങ്ങി. യോബിന്റെ പുസ്തകം രണ്ടാമത് പറയുന്ന സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഗുണം ശ്രദ്ധിച്ചോണം. ഇഷ്ടമല്ലാത്തവന് വേണ്ടി, താല്പര്യമില്ലാത്തവന് വേണ്ടി, ബുദ്ധിമുട്ട് ചെയ്തവന് വേണ്ടി ദൈവ നിയോഗപ്രകാരം അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു ദൈവ നിയോഗമാണ്. ഇയ്യോബ് തന്റെ 3 സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ചില വിഷയത്തിൽ നമുക്ക് ഇഷ്ടമല്ലാത്തത് ഉണ്ടാകാം, പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? ഗുണം നമുക്കാ, ഗുണം നമുക്കാ, ഗുണം നമുക്കാ, ഗുണം നമുക്കാ. എത്ര പേര് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ചിലത് നമുക്ക് ഇഷ്ടമല്ല, ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിച്ച സൈഡിൽ നമ്മുടെ കൂടെ നിന്നില്ല. യെസ്, ഹല്ലേലൂയ. എന്നാലും നീ പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? ഗുണം നമുക്ക്. ഹല്ലേലൂയ. ഇയ്യോബ്, അവനെ ആ വാക്ക് വായിച്ചോണേ. ഇയ്യോബ് 42:10. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. യഹോവ അവന്റെ സ്ഥിതിക്ക് എന്ത് ചെയ്തു? ഭേദം വരുത്തി. സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ഈ സൃഷ്ടാവായ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത് പ്രാർത്ഥനയിൽ കൂടാണ്. അതാ കർത്താവ് പലപ്പോഴും പറയുന്നത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. 26 കിടപ്പുണ്ട്, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ഇത് നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നത്. കാരണം ബാക്കിയെല്ലാം ഗിഫ്റ്റ് ദൈവം തരും. ദൈവകൃപ തരുന്നു, പ്രവചനപരം തരുന്നു, ദൂതുകൾ തരുന്നു, ദാനങ്ങൾ തരുന്നു, എല്ലാം ദൈവം ഗിഫ്റ്റായിട്ടാണ് തരുന്നത്. പക്ഷെ പ്രയർ ഗിഫ്റ്റായിട്ട് തരുന്നതായിട്ട് കണ്ടിട്ടില്ല. നീ ഉണർന്ന് പ്രാർത്ഥിച്ചോണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവം പലതും ഗിഫ്റ്റായിട്ട് തരും, പക്ഷെ പ്രയർ എന്തോ ചെയ്യണം? നീ ഉണർന്ന് പ്രാർത്ഥിച്ചോ. കാരണം അതൊരു ഭയങ്കര വിടുതല. ഹല്ലേലൂയ. അതിന് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഉണർവ്, നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ്, നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ്. ഹല്ലേലൂയ. ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, വേദനയാണ്, എങ്കിലും നീ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കത് ഇല്ല, ഗിഫ്റ്റായിട്ടൊക്കെ നിനക്ക് ബാക്കി തരും. നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഗിഫ്റ്റായിട്ട് വെളിപ്പെടേണ്ടത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് തുടങ്ങും. കരമടിച്ച് കർത്താവിനൊന്ന് മഹത്വം കരേറ്റിയേ. ഇനി ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. യഹോവ ഇയ്യോബിനുള്ളത് ഇരട്ടിയായിട്ട് കൊടുത്തു. എന്തോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചു, അതാണ് ശ്രദ്ധിക്കണം. നമ്മൾ ഈ വാക്ക് എല്ലാവരും വായിച്ചു വിടാറുണ്ട്. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും കാണാതറിയാം, നമുക്കും കാണാറിയാം. ഇതെങ്ങനെ ഇത് സംഭവിച്ചേ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. ഇതാണ് ഈ ദൂത പറയാനാണ് ഞാൻ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി പറയാൻ പോവാ. ഹല്ലേലൂയ. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കേട്ടു, നമുക്ക് ഇതൊക്കെ സംഭവിച്ചു. ഹല്ലേലൂയ. ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി ദൈവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. പ്രാർത്ഥന സ്ഥിതിക്ക് ഭേദം വരുത്തി. 11 വായിച്ചേ. സിറ്റുവേഷൻ ചേഞ്ച്. ഇത് ചില കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോവാ. 11 ഉറക്കെ വായിച്ചോണം, എല്ലാവരും ശ്രദ്ധിച്ചോണം. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവനെ പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. ഇതുവരെ കേറി വരാത്തവര്, നേരത്തെ 3 വന്നു, അത് കുറ്റം പറയാനാ വന്നത്. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കണ്ടോ, അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ പരിചയമുള്ളവരെല്ലാം അവന്റെ അടുക്കലേക്ക് കയറി വരാൻ തുടങ്ങി. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ ചലിക്കാതെ കിടക്കുന്ന ചിലത് ചലിക്കാൻ തുടങ്ങും. ഏതൊക്കെ കുടുംബത്തോട് ദൈവപ്രവൃത്തിയാണ്. ഇതുവരെ നിന്റെ വീട്ടിൽ കയറി വരാത്ത നന്മ, ഇതുവരെ നിന്റെ വീട്ടിൽ കയറി വരാത്ത ജയം, ഇതുവരെ നിന്റെ വീട്ടിൽ വരാത്ത സമാധാനം. ഓ റാൽബ ഷാലാബ താരാബബബബബ ലേൽഖേതേരേതിയാതാരബബബബ. യെസ് യെസ്, പ്രാപിച്ചു, റിസീവ് ഇറ്റ്. ഈ ആത്മാവിൽ ആരാധിച്ചു ചിലതിനോടുള്ള ദൂത പ്രവചനമായത്. റെകമെനേക സിയാന്റോനിയ ലേൽഖേതേയാരബബബ ലബാരിബത്തര റിബലഗഡരഗദിയ ഒരു സ്പോഞ്ച് ഒപ്പി എടുക്കുന്ന പോലെ
മകളെ, ദൈവാത്മാവ് നിന്നോട് ദൂത് പറയുന്നു. ഈ ദൂതിനെ നീ ഒപ്പിയെടുത്ത് പ്രാർത്ഥിച്ചോ. ഇത് നിന്നെ ദൈവാത്മാവ ഈ സന്ദേശം കേൾപ്പിക്കുന്നത്. പ്രാർത്ഥന അന്തരീക്ഷത്തെ മാറ്റാൻ പോവുക. സ്ഥിതിക്ക് ഭേദം വരും. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഇതുവരെ കേറി വരാത്തവര് അവന്റെ വീട്ടിൽ വരാൻ തുടങ്ങി. അവനോട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇനി അടുത്തത് വായിച്ചു. യഹോവ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഇതുവരെ ആശ്വസിപ്പിക്കാത്ത ഇപ്പോൾ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥന സ്ഥിതിക്ക് ഭേദം വരുത്തും. ഈ 15-ാം തീയതി 2024 ഈ ഡിസംബർ ചിലതിനോട് ദൂത് പറയുന്നു. എന്ത് സംഭവിക്കും പാസ്റ്ററെ? വരുന്ന മാസങ്ങളിൽ എന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സിറ്റുവേഷൻ ചേഞ്ച് ആവും. പവർ ഓഫ് ഗോഡ്, പവർ ഓഫ് ഗോഡ്. നിന്റെ കൂടാരത്തിൽ അത് സംഭവിക്കും. നിന്റെ തലമുറയിൽ അത് സംഭവിക്കും. നിന്റെ ഭാവിയിൽ അത് സംഭവിക്കും. ശ്രദ്ധിച്ചോ. അനർത്ഥത്തെ കുറിച്ച് അവനോട് സഹതാപം കാണിച്ചു, അവനെ ആശ്വസിപ്പിച്ചു. അടുത്തത് ഓരോരുത്തരും അവന് ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു. ഫുഡ് കഴിച്ചിട്ട് പോകുന്നിടത്ത് ഇരിക്കട്ടാ നിനക്ക്. ഇതുവരെ കയറി വരാത്തവരെല്ലാം ഇന്ന് ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഓരോ പൊന്നാണ്യോ ഓരോ പൊന്മോതിരോ അവരുടെ കൈ കൊടുത്തിട്ട് ഓരോരുത്തരും പോകാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നീ ഇയ്യോബ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. ഇത് ഏറ്റെടുത്തോ. ഇത് പ്രവചനമാ പാസ്റ്ററെ. 2025 ദൂത് ന്യൂ ഇയറിന്റെ അന്ന് ആ തലേന്ന് രാത്രി കാത്തിരിക്കണമെന്നില്ല. ദൈവ കാലങ്ങളും അതിനൊക്കെ അപ്പുറത്തെ ദൈവമാ. എന്ത് സംഭവിക്കും 2025? ഇപ്പരെ പിടിച്ചോ പ്രവചന ശബ്ദം. നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ നീ പ്രാർത്ഥിച്ചോ. Jesus, 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 Jesus. The power of the Holy Spirit. Let's move this place. The wind of the Holy Spirit. Yes. Oh, you're your miracle worker, way maker. Promise keeper, light in the darkness, my God, that is who you are. Oh, waymaker, miracle worker, Promise keeper, light in the darkness, my God, that is who you are. yes. എല്ലാവരും ഏറ്റെടുത്തേ. ഹല്ലേലൂയ. നമ്മളെല്ലാം ഇയ്യോബ് 42:10 എല്ലാവർക്കും കാണാതറിയാം. പ്രാർത്ഥിച്ചു, ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അടുത്ത ലൈൻ ഒന്ന് വായിക്കണം. ഹല്ലേലൂയ. ഇത് വായിച്ചാൽ മഹത്വം വെളിപ്പെടും. ഇത് മതി. ഇനി അങ്ങോട്ട് ആഴ്ചകൾക്ക് നിനക്ക് ജീവിക്കാൻ ഒരു ബലമാണ്. ഒറ്റ കാര്യം, ഇത് നമുക്ക് പറ്റിപ്പോന്ന കുഴപ്പമാ. ഇയ്യോബ് ആർക്കു വേണ്ടിയാ പ്രാർത്ഥിച്ചേ? സ്നേഹിതന്മാർക്ക്. ഏത് സ്നേഹിതന്മാർക്ക്? അല്പം അസഹസ്യം ഉണ്ടാക്കിയ, ഇച്ചിരി കുത്തുവാക്കൊക്കെ തന്ന സ്നേഹിതർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ബൈബിളിൽ 2 ഉണ്ട്. സ്വന്തം വിഷയങ്ങൾ. ജബ്ബേസ് തന്റെ കാര്യത്തിന് പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ അതിര് വിശാലമാക്കണേ. ദൈവം വിശാലമാക്കി കൊടുത്തു. ഇവിടെ ജോബ് പ്രാർത്ഥിക്കുകയാണ്. ആർക്കു വേണ്ടി? സ്നേഹിതന്മാർക്ക് വേണ്ടി. ചിലപ്പോഴൊക്കെ ഇതാണ് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ ഉണ്ട്. ബൈബിളിന് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ദൈവിക പ്രിൻസിപ്പിൾ ഉണ്ട്.
അത് വിട്ട് ദൈവം പ്രവർത്തിക്കത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഇച്ചിരി പിടുത്തമായിരിക്കും, പക്ഷെ അത് സമ്മതിക്കത്തുമില്ല, നമ്മുടെ ഈഗോ സമ്മതിക്കത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ സിറ്റുവേഷൻ ചേഞ്ച് ആണ്. ഇന്ന് പകലൊരു തീരുമാനം, പ്രാർത്ഥന അവസ്ഥയ്ക്ക് മാറ്റം വരെ. ഹല്ലേലൂയ. ചില വേദന ഉണ്ടാകുമ്പോൾ സത്യം അതിനുവേണ്ടി അങ്ങ് പ്രാർത്ഥിക്കും, പിന്നീട് വിടുതലായി. ഇവന്റെ വേദന, മെയിൻ വേദന എന്തോന്ന് അറിയാമോ? ദൈവം യഹോവ തന്നു, യഹോവ എടുത്തെന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. പിന്നെ ഇച്ചിരി പിറുപിറുപ്പാണ്, യുവമാര് വന്ന് കുത്തി കുത്തി തുടങ്ങിയപ്പോൾ ആ ദൈവത്തോട് പിന്നെ എന്ത് ചെയ്തത്? ബുദ്ധിമുട്ട് വന്നത്. അല്ല, ആദ്യം 1-2 അധ്യായത്തിൽ യഹോവ തന്നു, അവന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് നിന്നവൻ പിന്നീടൊന്ന് പതറാൻ കാരണം യുവന്മാരുടെ കുത്ത. അപ്പൊ യോബിന്റെ മെയിൻ വിഷയം വരുന്നവനല്ല എന്ത് ചെയ്യുക, പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ വിഷയത്തിന് പ്രാർത്ഥിച്ചപ്പോ വരുന്നത് അടുത്തെന്ത് വിടുതലാകടാ, വരുന്നവനെല്ലാം വിടുതലായി മാറി. ദൈവത്തിന്റെ ഇതാണ്, എവിടെ നീ വേദന അനുഭവിച്ചോ നീ അതി പ്രാർത്ഥിച്ചോ, പിന്നീട് അതിൽ മേലൊരു വിടുതലാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലായോ? യോബിന്റെ പ്രശ്നം വരുന്നവനെല്ലാം കുത്ത വേദനയാ, ഒരു പ്രയോജനം. അവൻ വരാതിരിക്കുന്നതായിരുന്നു നല്ലത്, അവൻ വരാതിരിക്കുന്നതാണ്. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം അവസാനിക്കുമ്പോൾ യോബ് പറഞ്ഞാണ്, മരെങ്കിലും വന്നല്ലോ, 3 വന്നല്ലോ, സന്തോഷമാണ്. പക്ഷെ പിന്നീട് യോബ് മനസ്സിൽ പറഞ്ഞാണ്, ദൈവമേ അവന്മാർ വരാതിരുന്നെങ്കിൽ, കാരണം ഉള്ള വേദന ഞാനങ്ങ് സഹിക്കത്തുള്ളായിരുന്നു. ശരീരത്തിനെ വേദന ഇപ്പൊ അവന്മാർ മനസ്സിനും കൂടെ വേദനയാക്കി. മറ്റേ ശരീരം ചൊറിഞ്ഞുണ്ടെങ്കിരുന്നാൽ മതി, ഇപ്പൊ മനസ്സിന് അവന്മാരായിട്ട് റെഡിയാക്കി. പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എന്താണോ വേദന എന്ന് കണ്ടത്, ഇനി ആരും വരല്ലേ എന്നാ യോബ് ആദ്യം പ്രാർത്ഥിച്ചത്. പക്ഷെ ഇപ്പം വന്നോട്ടെ, വരുന്നവനെല്ലാം ഒരു ഫേവർ തോന്നുന്നു, വരുന്നവൻ അവന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു. വെറുതെ ടാറ്റ പറഞ്ഞു പോകുകയല്ല, പൊന്മോതിരവും പൊന്മാണയവും ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു നീ പൊയ്ക്കോ. ബൈബിൾ പറയുന്നു, ദൈവം ഈ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, നഷ്ടപ്പെട്ടതെല്ലാം അനേകം മടങ്ങ് ദൈവം മടക്കി കൊടുത്തു. കരമടിച്ച ദൈവത്തിന് മഹത്വം കരറ്റിയേ. ചിലതിന്റെ അവസ്ഥകൾക്ക് ദൈവം ഭേദം വരുത്തും. ദൈവം ഭേദം വരുത്തും. താരോട്ട് വായിക്കുമ്പോൾ യാക്കോബ് നമ്മളിന്ന് വായിച്ച് താരോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്, ഏലിയാവ് എന്ന മനുഷ്യൻ. അവൻ പ്രാർത്ഥിച്ചപ്പോ സ്വർഗം അടഞ്ഞു, ആകാശത്തിന്റെ കിളിവാതിൽ അടഞ്ഞു, മഴ പെയ്തില്ല 3.5 വർഷം ദേശത്ത്. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്നു. ഭയങ്കര കൊടിയ ക്ഷാമമായിരുന്നു, പക്ഷെ അവിടെ വിളവുകൾ ഉണ്ടാകാൻ ദൈവം ഇടയാക്കി. അപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ അടഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തുറന്നു കൊടുത്തു. സ്ഥിതിക്ക് ഭേദം വന്നു. ആദ്യം ഭയങ്കര മഴയാണ്, ഇതെല്ലാം ബാലിന്റെ പ്രവാചകന്മാർ അതിനെ ആരാധിച്ചുകൊണ്ട് അന്യസേവ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാ രാജാവ് കാത്തിരുന്നത്. അതാ പ്രതീക്ഷിച്ചത്, രാജ്യക്കാരതാ ചിന്തിച്ചത്. പക്ഷെ എലിയാബ് വന്നിട്ട് പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല, ഞാൻ ആരാ ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ സേവിക്കുന്ന ദൈവം പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും. അടുത്ത സെക്കൻഡ് അത് അടഞ്ഞു. പിന്നെ 3.5 വർഷം ദേശത്ത് മഴയില്ല, എല്ലാം വരണ്ടുപോയെന്ന് പറഞ്ഞു. കൊടിയ ക്ഷാമം ഉണ്ടായെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്, കൊടിയ ക്ഷാമം. പക്ഷെ വീണ്ടും ദൈവം അരുളപ്പാട് കൊടുത്തു, മഴ പെയ്യാൻ പോവാ. പോയിരുന്നു പ്രാർത്ഥിച്ചു. രണ്ടാമത് പറഞ്ഞ ഉടനെ നടന്നില്ല. രാജാവിനോട് പറഞ്ഞു മഴ പെയ്യാൻ പോകുന്ന പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷെ ഇവൻ പറഞ്ഞിട്ട് കാര്യം നടന്നില്ല. കുറച്ച് നേരം എടുത്തു വിടുതൽ കാണാൻ. കൈപ്പത്തി പോലൊരു മേഘത്തെ കാണാൻ ഇച്ചിരി സമയം എടുത്തു. വീണ്ടും പ്രാർത്ഥിച്ചു. പക്ഷേ വൻമഴ പെയ്തു. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ചില അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. അടുത്തത് 2, നീ ശ്രദ്ധിക്കണം. പ്രാർത്ഥന സാഹചര്യം മാറ്റും. 2, നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും, പക്ഷെ സത്യം പറയാം, പ്രാർത്ഥന ദൈവത്തെ മാറ്റും. ദൈവത്തെ മാറ്റും എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കില്ല. കാരണം ബൈബിൾ പറയുന്നു, മലാക്കി കാണിക്കുന്നു, ദൈവം അനന്യം തന്നെ. ദൈവത്തിന് അങ്ങ് ഇന്നും എന്തില്ല, പുരാതനായ ദൈവം, തലമുറയോളം വിശ്വസ്തനായ ദൈവം.
എബ്രായർ 13 പറയുന്നു, യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ. ദൈവത്തിന് മാറ്റമില്ല. ദൈവം പുരാതനായ ദൈവം തന്നെ, തലമുറ തലമുറയോളം സങ്കേതമാകുന്ന ദൈവം. പർവ്വതങ്ങളും ഭൂമണ്ഡലങ്ങളും ഉണ്ടാകും മുമ്പേ ഉണ്ടായ ദൈവം. പക്ഷേ ബൈബിൾ പരിശോധിക്കുമ്പോ ദൈവത്തിന്റെ ആ തീരുമാനത്തെ, ദൈവത്തിനൊരു മൈൻഡ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിന് എന്ത് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും? മൈൻഡ് ചേഞ്ച് ചെയ്യുന്നത്. വരുത്തുമെന്ന് പറഞ്ഞത് വരുത്താതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രാർത്ഥനയ്ക്ക് ശേഷം. ഒന്ന്, ദൈവം യോന എന്ന പ്രവാചകനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, എന്താണ്? നീ നിനവേ എന്ന പട്ടണത്തിലേക്ക് അവിടെ ചെന്ന് പ്രസംഗിക്കുക. അവിടെ മൊത്തം വഷളത നിറഞ്ഞിരിക്കുക. ഞാൻ സകലത്തെ എന്ത് ചെയ്യും? നശിപ്പിക്കും. ആരുടെ തീരുമാനമാണ്? ദൈവത്തിന്റെ തീരുമാനം. ആരുടെ ആലോചനയാണ്? ദൈവത്തിന്റെ ആലോചന. ഈ ദൈവത്തിന്റെ ആലോചന ഈ പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ചേഞ്ച് സംഭവിക്കുന്നത് യോന 3:4, 5 പിന്നെ 10 വായിച്ചേ. യോനയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4, 5. ഇതൊക്കെ എല്ലാവരും എടുത്തു. മക്കളെ, നിങ്ങളെല്ലാം എല്ലാവരും ബൈബിൾ എടുത്ത് വായിക്കും. ജോന എല്ലാവരും സ്കൂളിലാണെങ്കിൽ ബൈബിൾ പുസ്തകം എടുക്കത്തില്ലേ? എല്ലാവരും എടുക്ക്. സ്ക്രീനിൽ മാത്രം നോക്കണം. ബൈബിൾ തുറക്ക്. യോനയുടെ പുസ്തകം 3-ാം അധ്യായം 4, 5 വാക്യം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിർത്തി പറയുന്നത്, ഇംഗ്ലീഷിൽ മലയാളത്തിലൊക്കെ പറയുന്നത്. വേഴ്സ് 3, വേഴ്സ് 4 and 5. യോന നഗരത്തിൽ കടന്ന് ആദ്യ ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. ഡേറ്റ് ഉൾപ്പെടെ പറഞ്ഞു. ദൈവം പറയാം 40 ദിവസം. ഇത് കഴിഞ്ഞാൽ ഈ ദേശം മുഴുവൻ എന്ത് ചെയ്യുക? നശിക്കാൻ പോവുക. കാരണം അത്രയ്ക്ക് മ്ലേച്ഛതയാണ്. ഒരു മനുഷ്യൻ കേട്ടാൽ അറുക്കുന്ന ജീവിത ശൈലിയാണ് ഈ ദേശം മുഴുവൻ. ദൈവത്തിന് കോപമായിരിക്കുന്നു. അതുകൊണ്ട് നശിപ്പിക്കാൻ പോവുക. അടുത്ത 5. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്ത് വർത്തമാനം. ഒരു മിനിറ്റ്. ഈ 40 ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞതാ. പക്ഷേ ഇവരെല്ലാം കൂടെ ദൈവത്തെ വിശ്വസിച്ച് ചെറിയവനും വലിയവനും എല്ലാം കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുഞ്ഞുകുട്ടി, ആവാല, വെറുതെ ജനം, കുടുംബം മൊത്തം ഇരുന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇനി 3:10 വായിച്ചു. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. കണ്ടോ? ചേഞ്ചായി. ദൈവം തന്നെ. ദൈവത്തിന് പുരാതന ദൈവം മാറ്റമില്ല. പക്ഷെ മൈൻഡ് ചേഞ്ച് ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന് ആ മൈൻഡ്, ഒരു മാനസാന്തരം നമ്മൾ വാക്കി പറയുന്ന പോലെ വരുത്തുമെന്ന് പറഞ്ഞ കാര്യം, അരുളി ചെയ്ത കാര്യം അനുതപിച്ച് അവൻ പിന്നെ വരുത്തിയില്ല. കാരണം എന്താ? അവർ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പകലും പ്രാർത്ഥനയുടെ ഒരു ശക്തി മനസ്സിലാക്കണം. പ്രാർത്ഥന ചിലതിനെ ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലത് വരുത്തുമെന്ന് പറഞ്ഞതിനെയും ചേഞ്ച് ചെയ്യാൻ ഹല്ലേലൂയ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം പറയാം. പുതിയൊരു വർഷത്തിലേക്ക് ഹല്ലേലൂയ പ്രവേശിക്കാൻ പോകുന്ന ഒരു ദൂത് പറയാം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരു ദൂതോ ഒരു അശരീരിയോ ഇനി ഒരു ദൈവദാസന്റെ വായിന്ന് വീണതോ നിങ്ങൾ കേട്ടെങ്കിൽ അതോർത്ത് ഭാരപ്പെടരുത്. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. എന്തിനെ തിരിക്കാൻ പറ്റുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അരുളി ചെയ്ത് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് വായിച്ചുകൊണ്ട് യോന പ്രവാചകൻ പോയി പറഞ്ഞതാ. പക്ഷെ അതിനെ വരെ തിരുത്താൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഒറ്റ കാര്യമുള്ളൂ. നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് രട്ടെടുത്ത് ഉപവസിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം വരുത്തുമെന്ന് പറഞ്ഞതിനെ ദൈവം മാറ്റി. അടുത്ത ഒന്നുകൂടെ ഒരു ഉദാഹരണം ശ്രദ്ധിച്ചോ. യെശയ്യാവ് 38:1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. ചേഞ്ച് വരുത്തുന്നത്, ചില തീരുമാനങ്ങൾക്ക്, ആലോചനകൾക്ക് ചേഞ്ച് വരുത്തുന്നത്. യെശയ്യാവ് 38:1 ഫോളോയിങ്. അക്കാലത്തെ ഹിസ്കിയാവിനെ മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാവ് അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാക്കിയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഹിസ്കിയാവിനോട് ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ വന്ന് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യങ്ങൾ നീ എന്ത് ചെയ്യുക? ക്രമത്തിലാക്ക. അപ്പൊ അതിൽ നിന്ന് ഒരു ദൂതുണ്ട്.
നമ്മുടെ ജീവിതം ക്രമം കെട്ട് ജീവിക്കാൻ ദൈവം എന്ത് ചെയ്യുന്നില്ല? ആരും മിണ്ടുന്നില്ല. അടുത്തിരിക്കും തൊട്ട് ജീവിതത്തിന് ഒരു ഓർഡറും ഡിസിപ്ലിനും ഒക്കെ വേണമെന്ന് പറഞ്ഞു. എല്ലാവരുടെ ജീവിതത്തിൽ വേണം. ബൈബിൾ പ്രായോഗിക ജീവിതത്തെ തൊടുന്നതാണ് ബൈബിൾ. അല്ല ഒരു പ്രസംഗത്തിന്റെ ദൂത് മാത്രമല്ല. ലൈഫിന് എന്തോ വേണം? ഓർഡർ. ഒന്നുകൂടെ ഓർപ്പിക്കുക, നീ മരിക്കാൻ പോവുക. ലൈഫിൽ ക്രമപ്പെടുത്തേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ കാര്യങ്ങളെ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം. കാരണം നീ നിനക്ക് വന്ന രോഗം ഇനി എന്ത് ചെയ്യത്തില്ല? സൗഖ്യമാകത്തില്ല. പക്ഷേ ഹിസ്കിയാവ് എന്ത് ചെയ്തേ? അപ്പോൾ ഹിസ്കിയാവ് മുഖം ചൂരന്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ. താൻ തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തോട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഇനി 4-5 വാക്യം വെച്ച് 4 and 5. എന്നാൽ യെശയ്യാവിനെ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, വീണ്ടും ഈ യെശയ്യാ പ്രവാചകന് വീണ്ടും ഒരു അരുളപ്പാട്. ആദ്യത്തെ ഒരു അരുളപ്പാട് കിട്ടിയിട്ടാ എവിടെ പോയത്? ഹിസ്കിയാവിന്റെ അടുത്തേക്ക് പോയത്. അവിടെ വന്നിട്ട് ആ അരുളപ്പാട് പറഞ്ഞു. ഇനി അത് നമ്മൾ വായിച്ച യെശയ്യാവ് 38:5. നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നീ വീണ്ടും ചെല്ലാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞത് എന്തുവാ? ഇതിന്റെ കാര്യം ക്രമത്തിലാക്കിയോ, ഞാൻ പോവുക, നീയും പോവാൻ പോവാ. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞപ്പോ അരുളപ്പാട്, വീടിന്റെ മുറ്റം വിട്ടുപോകുന്നതിന് മുമ്പേ അടുത്ത അരുളപ്പാട് പ്രവാചകൻ കിട്ടി. നീ ചെന്നു വീണ്ടും പറ, പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം ഞാൻ വീണ്ടും കൂട്ടിയിരിക്കുന്നു. ഇന്ന് പകരം ദൂത് പറയെ, പ്രാർത്ഥിച്ചോ. നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ ഭാവിക്കും മീതെ ഏതെങ്കിലും വാദഗതി കിടപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും നെഗറ്റീവ് കിടപ്പുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇന്ന് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ അകത്തുനിന്ന് ചിലതിനെ എടുത്തു മാറ്റാം. എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് എന്റെ ദൈവത്തിനൊന്ന് മഹത്വം കരയറ്റേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു വാക്കൊന്ന് കരമുയർത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചില കുടുംബത്തിനെതിരെ നിൽക്കുന്ന നെഗറ്റീവുകൾ, അത് തിന്മ സംഭവിക്കുമോ എന്ന് ചിലരൊക്കെ പറഞ്ഞു വിട്ടത് അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ ആത്മനിയോഗത്തിൽ ദൈവവചനത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് സഭയായി ഒരു അഭിഷേകത്തിന് ഞാൻ കൽപ്പിക്കുന്നു. ചിലതിനെതിരെയുള്ള എല്ലാ പിശാചിന്റെ പ്ലാനുകളും, എല്ലാ വാക്കുകളും, എല്ലാ എതിരുകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മേലെഴുത്തുകൾ മായ്ച്ചെഴുതി ദൈവത്തിന്റെ കരുണ തോന്നി ദൈവത്താൽ ചില വിടുതലുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. നന്മയായത്, ശുഭതയായത്, ദൈവാത്മാവിന്റെ അനുഗ്രഹപ്പെട്ടത് ചില കുടുംബങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. വരുന്ന മാസങ്ങളിൽ, വരുന്ന വർഷങ്ങളിൽ ചില കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ആത്മനിറവിൽ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ഇതിന്റെ മേലൊരു ജയമെടുത്ത് ഇന്ന് പകൽ ഈ ശബ്ദം ഇതിന്റെ അകത്ത് മുഴങ്ങുന്നെങ്കിൽ എന്തോ ഒരു വലിയ ദൈവാത്മാവിന്റെ നിയോഗം ഇന്ന് പകൽ ഇതിന്റെ അകത്ത് ചലിക്കുകയാണ്. ഇന്ന് പകൽ ഇതിന്റെ അകത്ത് ചലിക്കുകയാണ്. നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ശത്രുക്കൾ, മനുഷ്യൻ പറഞ്ഞു വിട്ട വാക്കുകൾ, എല്ലാ നെഗറ്റീവ് ശബ്ദങ്ങളും ഐ ക്യാൻസൽ ഇറ്റ്. വാ തുറന്ന് ക്യാൻസൽ ചെയ്യും. നിന്റെ കുടുംബം മുടിയുമെന്നും നിന്റെ കുടുംബത്തിൽ തിന്മയുണ്ടാകുമെന്നും ശത്രു പറഞ്ഞു വെച്ചതിന് എതിർ പ്രാർത്ഥനകൾ, മനുഷ്യന്റെ വാക്കുകൾ, എല്ലാ ഡബിളിക് അജണ്ടകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ജയം സംഭവിക്കട്ടെ. ഒന്ന് പ്രാർത്ഥന സാഹചര്യങ്ങൾക്ക്, സിറ്റുവേഷന് ചേഞ്ച് ചെയ്യും, അവസ്ഥകൾ മാറ്റം. 2 ചില തീരുമാനങ്ങൾക്ക് മാറ്റം. 3 പ്രാർത്ഥന വ്യക്തികൾക്ക് മാറ്റം ഉണ്ടാക്കും. പ്രയർ ചേഞ്ചസ് പീപ്പിൾ. പ്രാർത്ഥന ആർക്ക് മാറ്റം ഉണ്ടാക്കും? വ്യക്തികൾക്ക് മാറ്റം ഉണ്ടാക്കും. എല്ലാവരും ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുത്തേ.
57 അധ്യായം അതിന്റെ അവസാനം 41 മുതൽ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അബ്രഹാം ഇസ്ഹാക്ക് പിതാവ് വൃദ്ധനായി. ആ സമയത്ത് അനുഗ്രഹം തലമുറയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. സാധാരണ മൂത്തവനാണ് ആ പിതാവിന്റെ ബ്ലെസ്സിങ് ലഭിക്കുന്നത്. പക്ഷേ രണ്ട് മക്കൾ ഇഷ്യാവും യാക്കോബും നിൽക്കുമ്പോ യാക്കോബ് ഒന്ന് ഇച്ചിരി കവളിപ്പിച്ച് കള്ളം പറഞ്ഞ് അനുഗ്രഹം കരസ്ഥമാക്കുന്നുണ്ട് പിതാവിന്റെ. അങ്ങനെ വന്നപ്പോ 41 തൊട്ട് 27 ഉൽപ്പത്തി 27:41 ജെനസിസ് ചാപ്റ്റർ 27 വേഴ്സ് 41 ഫോളോയിങ്. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ആ. ഏശാവ് അവനെ ദ്വേഷിച്ചു. ഏശാവ് അവനെ എന്ത് ചെയ്തു? ദ്വേഷിച്ചു. കാരണം അവന് കിട്ടേണ്ട അനുഗ്രഹം ആര് കൊണ്ടുപോയി? യാക്കോബ് കൊണ്ടുപോയി. ഓക്കെ. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. ആ. അപ്പോൾ ഞാൻ എന്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. ഏശാവ് എന്തോ പറഞ്ഞെന്നറിയാമോ? എന്റെ സഹോദരൻ അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അതിന്റെ അർത്ഥം വെച്ചാ അപ്പൻ ഇസ്ഹാക്ക് അധികം താമസിക്കാതെ എന്ത് ചെയ്യും? മരിക്കാൻ പോവാ. മരിക്കുമ്പോ അതിന്റെ ദുഃഖകാലം അടുത്തിരിക്കുന്നു. അത് വരാൻ വേണ്ടി കാത്തിരിക്കുക. അത് കഴിഞ്ഞാൽ ഞാൻ ആരെ കൊല്ലും? എന്റെ അനുഗ്രഹത്തെ തട്ടിപ്പറിച്ച സഹോദരനായി യാക്കോബിനെ കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് സിറ്റുവേഷൻസ് മാറി. അവരുടെ അമ്മ എന്താ ചെയ്തെന്നറിയാമോ? 42 വായിച്ചേ. മൂത്ത മകനായ ഏശാവിന്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ച് അവനോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്ന് പക വീട്ടുവാൻ ഭാവിക്കുന്നു. ആകയാൽ മകനെ, എന്റെ വാക്ക് കേൾക്ക. നീ എഴുന്നേറ്റ് ഹാരോനിൽ എന്റെ സഹോദരനായ ലാബാന്റെ അടുക്കലേക്ക് ഓടിപ്പോകാം. മതി. അവിടെ അമ്മ വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനം പറഞ്ഞു കൊടുക്കുന്നു. മോനെ, ഇളയ മകനെ യാക്കോബേ, ഇനി നീ വീട്ടിൽ നിന്നാ ശരിയാകത്തില്ല. ഒരുത്തൻ കൊല്ലാൻ നിന്റെ സഹോദരൻ നിൽക്കുന്നു. നീ എന്റെ സഹോദരനായ ലാബാന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. അങ്ങനെ യാക്കോബ് സ്വന്തം വീട്ടിൽ നിന്ന് അമ്മയുടെ നിർബന്ധത്താൽ എല്ലാം വിട്ടിറങ്ങേണ്ട അവസ്ഥ വന്നു. അങ്ങനെ മുന്നോട്ട് പോയി ലാബാന്റെ ഭവനത്തിൽ ചെന്നു. ദൈവം അവനെ അവിടെ വെച്ച് അനുഗ്രഹിച്ചു. ഒന്നുമില്ലാതെ പോയവനെ ദൈവം അനുഗ്രഹിച്ചു. 31 അധ്യായം 3 വാക്യത്തിൽ ഒരു വാക്യം വായിച്ചേ. 31:3. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്ത് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളിച്ചെയ്തു. മതി. അവിടെ നിന്നോണ്ട് പറഞ്ഞു, നീ വീണ്ടും എന്ത് ചെയ്യാ? മടങ്ങിപ്പോക, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. അപ്പം വന്നതെങ്ങനാ? കാരണം സഹോദരൻ ഉള്ളിൽ വിദ്വേഷം വെഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മരിച്ച തട്ടു എന്ന് പറഞ്ഞിരിക്കുക. അമ്മ പറഞ്ഞു വിട്ടിട്ട് പോയതാ. പോയ സ്ഥലത്ത് ദൈവം അനുഗ്രഹിച്ചു. പക്ഷെ ദൈവം വീണ്ടും പറഞ്ഞു, നീ തിരിച്ച് വീണ്ടും എന്ത് ചെയ്യാ? മടങ്ങിപ്പോക. അങ്ങനെ മടങ്ങിപ്പോകാൻ ഇറങ്ങി തിരിച്ചപ്പോൾ 32 അധ്യായത്തിലേക്ക് വന്നപ്പോ ഒരു വാർത്ത തന്റെ സഹോദരന്റെ 32:3 വായിച്ചേ. അനന്തരം യാക്കോബ് ഏദോം നാടായ സേയീൻ ദേശത്തെ തന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എന്റെ യജമാനനായ ഏശാവിനോട് ഇങ്ങനെ പറവീൻ, നിന്റെ അടിയാൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു, ഞാൻ ലാബാന്റെ അടുക്കൽ പരദേശിയായി പാർത്ത് ഇന്നുവരെ അവിടെ താമസിച്ചു. ഇനി അതിന്റെ 6 വാക്യം വായിച്ചു. 6. ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്നു, ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോയി വന്നു. അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഒരു സഖ്യത്തിന് പോയതാ. പോയ ദൂതന്മാർ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ടിട്ട് എന്തോ തോന്നുന്നു, 100-400 പേരുമായിട്ട് നിന്റെ ചേട്ടൻ എന്ത് ചെയ്യുന്നു? എതിരെ വരുന്നു. ആ കൂടി വീണ്ടും ചങ്കെടുപ്പ്.
ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, കൊല്ലാനുള്ള വാശിയാട്ടാ നിൽക്കുന്നത്. പക്ഷെ സംഭവിച്ച സംഭവന, അവൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. 9-10 വാക്യങ്ങൾ വായിച്ചേ. 9-10. യാക്കോബ് പ്രാർത്ഥിച്ചത്, ആ. എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ആ. എന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവവുമായുള്ളവേ, ആ. നിന്റെ ദേശത്തേക്കും ആ. നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും ആ. മടങ്ങിപ്പോക. ആ. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് ആ. എന്നോട് അരുളി ചെയ്ത ആ. യഹോവേ, ആ. അടിയനോട് കാണിച്ചിരിക്കുന്ന ആ. സകല ദയയ്ക്കും ആ. സകല വിശ്വസ്തതയ്ക്കും ആ. ഞാൻ അപാത്രമത്രേ. ആ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ആ. ഞാൻ ഈ യോർദാൻ കടന്നത്, ആ. ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിന്റെ വാഗ്ദത്തമല്ലേ പറഞ്ഞ കൂട്ട കൊണ്ടുവരാമെന്ന്. ഒരു വടിയായി ഇറങ്ങി തിരിച്ച ഞാൻ ഒരു 2 കൂട്ടമായി ഒന്നുമില്ലാതെ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി തിരിച്ച് അപ്പനെ ഒക്കെ മാറ്റി ഞാൻ സഹോദരനെ പേടിച്ച് ഇറങ്ങി തിരിച്ചു. ഒരു വടിയുമായി ഞാൻ മുന്നോട്ട് യാത്ര തിരിച്ചു. ഇപ്പോൾ 2 കൂട്ടമായി നീ എന്നെ അനുഗ്രഹിച്ചു. പക്ഷെ ഇപ്പോൾ യെശയ്യാവ് എന്നെ തകർക്കാൻ വരികയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ അടുത്തത് 22-ാമത്തെ വാക്യം മുതൽ വായിച്ചു. 22 നിങ്ങൾ ശ്രദ്ധിച്ചോണം. പ്രാർത്ഥന ഒരു മനുഷ്യനെ മാറ്റുന്നത്. 22-ാമത്തെ വചനം. എല്ലാവരും ആ വചനം ശ്രദ്ധിച്ചോണം. 22. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് ആ. തന്റെ ഭാര്യമാരുടെയും ആ. 2 ദാസിമാരുടെയും 11 പുത്രന്മാരെയും കൂട്ടി കൂട്ടി യാക്കോബ് കടവ് കടന്നു. ആ കടവ് എന്ത് ചെയ്തു? കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി യാബോക്ക് കടവ് കടന്നു. ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. തനിക്കുള്ളതിനെ എല്ലാം മറുകര കടത്തിയിട്ട് താൻ ഈ കരയിൽ ശേഷിച്ചു. എന്തിനാന്നറിയോ? ഇനി തരോട്ടെല്ലാവരും ശ്രദ്ധിച്ചേ. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോൾ അവനോട് മല്ലു പിടിച്ചു. അവനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലു പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്നെ എന്ന് അവൻ പറഞ്ഞതിന് അവിടെ ഒരു ദൈവദൂതനുമായി ഒരു മൽപ്പിടുത്തം നടക്കുകയാണ്. അതിന് പറഞ്ഞു എന്നെ വിടാൻ പറഞ്ഞു. പക്ഷെ ദൈവദൂതൻ അത് പറഞ്ഞപ്പോ യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി. ഭൗതികമായ എല്ലാ ക്രമീകരണങ്ങളും ആടുമാടുകളും എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് ലഭിച്ചു. പക്ഷേ ഇവിടെ എൻ്റെ സഹോദരനിൽ നിന്ന് ഒരു വിടുതൽ കിട്ടണമെങ്കിൽ എൻ്റെ ആടുമാടോ സമ്പത്തോ നന്മ കൊണ്ട് അവൻ വീരത്തില്ല. എൻ്റെ ദൈവമേ, നിന്റെ അനുഗ്രഹം എൻ്റെ മേൽ വരണമേ, നിന്റെ പ്രൊട്ടക്ഷൻ എൻ്റെ മേൽ വരണമേ. ഹല്ലേലൂയ. ഉഷസാവുവോളം ഒരു രാത്രി തുടങ്ങിയതാ. മല്ല് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൂതൻ പോയപ്പോഴും അല്ല, ഞാൻ വിടത്തില്ല, നീ എന്നെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ദൈവദൂതനുമായി മല്ല് പിടിച്ചു. അതിൻ്റെ അകത്ത് യാക്കോബ് ജയിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. അവന്റെ പേര് മാറ്റി. ഇനി യാക്കോബ് എന്ന് വരത്തില്ല. 28 നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. എന്നിട്ട് അവനൊരു പേര് മാറ്റി കൊടുത്തു. ഹല്ലേലൂയ. ഇനി ഇതുവരെ നീ ഒറ്റയ്ക്ക് യാക്കോബ് 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 എന്ന് പറഞ്ഞു നടന്നു. പക്ഷെ നീ മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് മാറ്റുകയാണ്. നിന്റെ പേരിന് ഇസ്രായേൽ എന്നറിയപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവനെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒരു രാജ്യമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് പ്രാർത്ഥന തെളിയിക്കുകയാണ്. നീ പ്രാർത്ഥിച്ചാൽ ഇന്ന് നീ 0, ഇന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നീ 0 നിൽക്കുന്ന, ഒന്നുമില്ലാത്ത ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. പക്ഷെ നിന്നെ എല്ലാം ഉള്ളതാക്കി മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥന മാറ്റപ്പെടുത്തും. നിന്നെ മാറ്റും, നിന്റെ അവസ്ഥകളെ മാറ്റും, നിന്റെ പേര് മാറ്റും. Oh, Jesus. Yes, amen. ഇനി വിടുതൽ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചതിന് ശേഷം 33:4 ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവന്റെ കഴുത്തിൽ വീണവനെ ചുംബിച്ചു. രണ്ടുപേരും കരഞ്ഞു. ആ വാക്കൊന്നുകൂടെ കാണിച്ചേ. ഉൽപ്പത്തി 33:4. ജെനിസിസ് 33:4. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവന്റെ കഴുത്തിൽ വീണവനെ ചുംബിച്ചു. രണ്ടുപേരും കരഞ്ഞു. 27 നമ്മൾ എന്തുവാ കണ്ടത്? എന്റെ അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ കൊല്ലും. 33:4 രണ്ടും കൂടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് രണ്ടുപേരും കരഞ്ഞു. ഇതാ പ്രാർത്ഥനയുടെ ശക്തി.
ഇത് പ്രാർത്ഥനയുടെ ശക്തി. വ്യക്തിയുടെ ഹൃദയത്തെ ദൈവം മാറ്റും. അവന്റെ ആലോചനകളെ ദൈവം മാറ്റും. അവൻ ഹൃദയത്തിൽ നിരൂപിച്ചത് ദൈവത്തിന് മാറ്റാൻ പറ്റും. ഇന്ന് പകൽ ഒരു വ്യക്തി നിനക്കെതിരെ നിരൂപിച്ചതിനെ മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ എല്ലാം മാറ്റിവെച്ച് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ, ഒരു രാത്രിയോളം പ്രാർത്ഥിച്ചപ്പോൾ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്താൻ തുടങ്ങി. ഇന്ന് പകൽ ചിലതിനോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. ഒന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കയറ്റിയേ. ഇന്ന് പകൽ ഈ മെസ്സേജ് പറയുന്നത് ചിലതിന്റെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരാൻ. പ്രിയരെ, നമ്മൾ വായിച്ചത് യോബ് 42:10 പറഞ്ഞു, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. സിറ്റുവേഷൻ ചേഞ്ച് ആയി. എന്തിനൊക്കെ? അവസ്ഥ മാറും. ദൈവം പറഞ്ഞ ആലോചന വരെ ചേഞ്ച് ആയി. ദൈവത്തിന് മാറ്റമില്ല. ദൈവം പറഞ്ഞതിനെ വരുത്തുമെന്ന് പറഞ്ഞതിനെ തിരിച്ചുവിട്ടു ദൈവം. ഹല്ലേലൂയ. അടുത്തത് വ്യക്തിയെ മാറ്റി ദൈവം. കൊല്ലുമെന്ന് പറഞ്ഞവൻ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് രണ്ടും കരഞ്ഞു. ഓ, എന്നാ ദൈവം, നമ്മുടെ ദൈവം. പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കിയോ? പ്രാർത്ഥന കാര്യങ്ങളെ ചേഞ്ച് ആക്കും. എതിരെ സംസാരിക്കാൻ വന്ന സഹോദരങ്ങളല്ല, പിന്നീട് പരിചയക്കാരും ബന്ധുക്കളെല്ലാം വന്ന് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. യോബിന് വേണ്ടതെല്ലാം കൊടുക്കുന്നു. അടുത്തത് അത് പറഞ്ഞ് പ്രേയറിലേക്ക് കയറാൻ പോവാ. അടുത്തത് പ്രാർത്ഥന. നമുക്കെതിരെ വരുന്ന പോരാട്ടങ്ങളുടെ മേൽ നമുക്ക് ജയം കിട്ടും. അത് യേശു കർത്താവ് പറഞ്ഞ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് ഒന്ന് പിശാച് ഉണ്ടാക്കുന്ന പ്ലാനെ പൊട്ടിച്ച് ദൈവ കുഞ്ഞിന് ജയം തരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതിനു മുമ്പേ അറിയാവുന്നൊരു സംഭവം നമുക്ക് എല്ലാവർക്കും. അതാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. എസ്തേറിന്റെ പുസ്തകത്തിൽ യഹൂദന്മാർക്കെതിരെ മൊർദെഖായിക്കും കൂട്ടർക്കും എതിരെ ഹാമാൻ എന്ന് പറഞ്ഞ മനുഷ്യന് ഇഷ്ടപ്പെടാതെ, കാരണം ഇവൻ മറ്റുള്ള അന്യന്റെ മുമ്പിൽ വണങ്ങത്തില്ല യഹൂദൻ. അവൻ എന്ത് പ്രമാണം ഉണ്ടോ ആ പ്രമാണത്തിൽ എന്ത് ചെയ്യും? തല പോകുന്ന കേസായാലും, അതാണ് ശദ്രക്ക്, മേശക്, അബേദ്നെഗോ തീച്ചൂളയിൽ, ദാനിയേല് സിംഹക്കുരിൽ, എന്താ വന്നാലും തല പോകുന്ന കേസ് വന്നാലും ഈ സത്യം വിട്ട് അന്യാരാധനയ്ക്ക് എന്ത് ചെയ്യത്തില്ല, കൂട്ടു നിൽക്കും. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ നെഞ്ചും നെറ്റിയും കൊടുത്ത് അറിഞ്ഞ സത്യത്തിന് വേണ്ടി എന്ത് ചെയ്യും? നിൽക്കും. അങ്ങനെ തകർക്കാൻ ശ്രമിച്ചപ്പോ അവന് അധികാരം കിട്ടി, രാജാവിന്റെ കൂടെ അധികാരം കിട്ടി. ഡേറ്റ് വെച്ച് ഇന്ന ഡേറ്റിൽ സകലത്തെ നശിപ്പിക്കാൻ രാജ്യത്ത് മുഴുവൻ കൽപ്പനയായി. പക്ഷേ മൊർദെഖായിയും എസ്തേറും കൂട്ടരും ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഏത് ഹാമാനാണോ കരുകുമരം ഒരുക്കിയത്, അതേ കരുകുമരത്തിൽ അതേ ഹാമാൻ തീർന്നു. ഹല്ലേലൂയ. ആരെയാണോ നശിപ്പിക്കാൻ നോക്കിയത്, ആ മൊർദെഖായിക്ക് ഉന്നത പദവിയിലേക്ക് ദൈവം ഉയർത്തി. അതെന്താണ്? പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഉറക്കെ പറ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പറ, നിങ്ങൾ ശക്തിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. ഇനി അടുത്ത ആളുടെ മുഖത്തോടൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കും. സംഭവം ഞാനും പ്രാർത്ഥിക്കും. അടുത്ത ആഴ്ച ഇതേ ആളിൽ തന്നെ വന്നിരിക്കണേ എന്നിട്ട് ചോദിക്കണം, അന്ന് പറഞ്ഞത് ചെയ്തായിരുന്നു എന്ന് ചോദിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ രണ്ടുപേരുടെ സന്തോഷത്തോടെ കൈ പിടിച്ചു പറഞ്ഞതാ, ഞാൻ പ്രാർത്ഥിക്കും, നീ പ്രാർത്ഥിക്കും, സഹോദരൻ പ്രാർത്ഥിക്കും, സഹോദരി പ്രാർത്ഥിക്കും. എന്നിട്ട് ചോദിക്കണം, പ്രാർത്ഥിച്ചായിരുന്നോ? ഹല്ലേലൂയ. ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന് 7 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന് നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. അപ്പൊ മിസ്പയിൽ ദൈവജനം ഒന്നിച്ചുകൂടിയെന്ന് കണ്ടപ്പോ ഫെലിസ്ത്യർ ഇസ്രായേൽ മക്കൾക്ക് നേരെ പുറപ്പെട്ടു യുദ്ധത്തിന് വന്നു, ഒരു പോരാട്ടത്തിന് വന്നു. ഒന്നിച്ചു കൂടിയതാ.
സന്തോഷിക്കാൻ സമ്മതിക്കുന്നില്ല. ആ ഒന്നിച്ചുള്ള കൂടിവരവിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് വന്നു. ഈ വാർത്ത കേട്ടപ്പോൾ ഫെലിസ്ത്യരെ ദൈവജനം ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ആദ്യം ഭയപ്പെട്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില അവസ്ഥയിൽ ഭയം ഇങ്ങനെ ഉണ്ടാവും. ഒരിക്കലും അത് തെറ്റു പറയാൻ പാടില്ല. കാരണം നമ്മൾ മനുഷ്യനാണ്. ചിലർ പൊടുന്നനവേ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു ഭയം, ഒരു ഭീതി എല്ലാവർക്കും ഉണ്ടാവും. മനുഷ്യനായി പിറന്ന എല്ലാവർക്കും കേൾക്കുമ്പോഴല്ല ഒരു കുഴപ്പമല്ല, പെട്ടെന്നൊരു ഭയം തട്ടും, പെട്ടെന്നൊരു വേദന തട്ടും, പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതിന് നമ്മൾ കീഴടങ്ങരുത്. അവിടാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ജയം. അതിന് കീഴടങ്ങാതെ പകരം എന്തു ചെയ്തു? 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇസ്രായേൽ മക്കൾ ശൗമേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. ശൗമേൽ പ്രവാചകൻ എടുത്ത് എന്നിട്ട് പറയാണ്, ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് ഒറ്റ വഴിയുള്ളൂ, പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥന എന്ത് ചെയ്യരുത്? നിർത്തരുത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. 10 തൊട്ട് 13 വരെ. ശൗമേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടക്കി അടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അപ്പൊ പടക്കടുത്തപ്പോൾ, യുദ്ധത്തിന് വന്നപ്പോൾ ഒരു സൈഡിൽ നിന്ന് എന്ത് തുടങ്ങി? ആരാധനയും പ്രാർത്ഥനയും തുടങ്ങി. സംഭവിച്ചത് വലിയ ഇടിമുഴക്കം. അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ശത്രു സൈന്യം ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേൽ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബേത്ത്ഹാരാന്റെ താഴ്വരെ അവരെ സംഹരിച്ചു. എല്ലാവരെയും സംഹരിച്ചു. 12-13. പിന്നെ ശൗമേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിനെ എബനേസർ എന്ന് പേരിട്ടു. എബനേസർ എന്ന് പേരിട്ടു. 13 എല്ലാവരും ശ്രദ്ധിച്ചോണം. 13. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. പിന്നെ ഇസ്രായേൽ ദേശത്തെങ്ങും വന്നതുമില്ല. അങ്ങനെ ഫെലിസ്ത്യൻ എന്ത് ചെയ്തു? ഒതുങ്ങി. ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നതുമില്ല. ഒതുങ്ങി. ശത്രു ഒതുങ്ങി. നിന്നെ ഭയപ്പെടുത്തിയത് ഒതുങ്ങി. എപ്പോ? പ്രാർത്ഥന ഉയർന്നപ്പോ. ഇന്ന് പകൽ വരുന്ന വർഷങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ ചിലത് ഒതുങ്ങണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, പ്രാർത്ഥനകളല്ലാതെ ചിലത് ഒതുങ്ങത്തില്ല. അടിക്കടി നിനക്കെതിരെ പാഞ്ഞെടുക്കുന്ന ചിലത് നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെത് ചിലത് ഒതുങ്ങി മാറണമെങ്കിൽ പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന നിർത്തരുത്. ഞാൻ പറയുന്നു, ചിലത് ഒതുങ്ങാൻ പോകുക. അല്ല, ഈ ആണ്ട് തീരും മുമ്പേ നിനക്കും നിന്റെ കൂടാരത്തിനും എതിരെ നിൽക്കുന്നത് ഒതുങ്ങും.